നിക്കടാ, സൂക്ഷിക്കണം. പോലീസിന്റെ കയ്യിൽ പോയി പെടരുത്. പെട്ടാ കൂമ്പിനിട്ടിട്ടുള്ള മാക്രി. പിന്നെ വെറും കൈയോടെ ആരും തിരിച്ചു വരികയും ചെയ്യരുത്. എന്ന് വെച്ചാൽ അൽക്കൊലത്തെ സാധനം വേണ്ട. നല്ല കോസ്റ്റ്ലി ആയിട്ട് നോക്കി എടുക്കണേ മക്കളെ. ആ, നീ എവിടെയാ പോണത്? ഞാൻ റെയിൽവേ സ്റ്റേഷൻ. തലക്കെട്ടുണ്ടല്ലോ, വീട് കിട്ടിയെടുത്താ. ആ, അവിടുന്ന് പെറുക്കിയെടുത്തു. കായങ്ങളും കൊച്ചുണ്ണിക്കാരെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പോ മക്കളെ. ചെല്ലി 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 പോ. നീയോ? അത് ഹോട്ടലില്. ഹോട്ടലില്ല, അവിടെ സാപ്പാടി സമയം കളയരുത്. കളക്ഷൻ കറക്റ്റ് ആയിട്ട് എത്തിക്കണം. ചാടി ചാടി പോ, ചാടി ചാടി പോ. ആ, നീയോ? ഞാൻ മാർക്കറ്റില്. ആ, തിരുത കണ്ട വിടണ്ടാട്ടോ. നല്ല തിരുതനെ പൊരിച്ചില്ല. ഓൾ ദ ബെസ്റ്റ് ആൻഡ് ചെല്ലി ചെല്ലി. അയ്യോ, പോക്കറ്റ് അടിക്കാനാണ്. ബ്ലേഡ് കത്രയൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. ടച്ച് വിട്ടിട്ടില്ല മക്കളെ. ശരി ശരി, ചെല്ലു മോനെ, ചെല്ലി ചെല്ലു. ഈശ്വരാ, കണ്ടു പടി മോനെ, തൊഴിലിനോടുള്ള ആത്മാർത്ഥത. അവന്റെ നിപ്പ് കണ്ടില്ലേ? കളക്ടറുടെ മോഹന വിചാരം. ദേഷ്യപ്പെടാറ് ഡാർജിലിംഗ്. എന്റെ തങ്കക്കൂടെ ഒന്ന് കലക്കും. കലക്കുവാ? ഞാൻ ഇന്ന് കലക്കി തരാം. നമ്മള് പോകുന്ന വഴിക്ക് മോൻ പറഞ്ഞ ഹെലികോപ്റ്റർ വാങ്ങിച്ചു തരാവേ. കേട്ടാ? ശരി, പോ. ഡീസന്റ് ആവും, ഡീസന്റ് ആവും. വരണം സർ. വരൂ മാഡം, പ്ലീസ്. ഹലോ. എന്ത് സർ വേണ്ടത്? Show me the chains, latest. ഞങ്ങൾക്ക് ഒരു 10 പവനോളം വരുന്ന പുതിയ ഫാഷനിലുള്ള ഒരു ചെയിൻ വേണം, അല്ലേ ചേട്ടാ? Yeah. Sir. 10 pavans. Is it Indian jewelry? Yeah. Very bad. ഇഷ്ടപ്പെട്ടില്ല? ഓ. Life is beautiful. Oh, nice to meet you. ഇതല്ലേ ചേട്ടാ മാല? No, this is not. That is. അല്ല, ഇതാണ് ചേട്ടാ. ഞാനല്ലേ ആ മാല പർച്ചേസ് ചെയ്തത്. കൊള്ളിനെ കുറിച്ച് കൂമ്പിടിച്ചു ഓട്ടും. ഇത് ഷോപ്പാണ്, റിമെമ്പർ മീ. ഓ, നൈസ്. ഏത് മാലയാണ് സർ? എന്റെ സിസ്റ്ററിന് വേണ്ടി ഇതുപോലൊരു മാല പർച്ചേസ് ചെയ്തിരുന്നു. ഇറ്റ്സ് ഇനഫ്. How much gram weight? 79,300 ഉണ്ട്. അയ്യോ, 10 പവൻ തികച്ചില്ല. Too bad like that. അല്ല, നല്ലതാ. That's enough. Okay. Please count it immediately. Because I'm very busy man. തന്നെ. രൂപ. Oh, can I give check? അയ്യോ സർ, ചെക്ക് സ്വീകരിക്കാൻ ഇവിടെ മുതലാളിയില്ല. Yeah. ഈ മാല മാറ്റി വെച്ചേക്ക്. ഹാഫ് ആൻ അവർ കഴിഞ്ഞ് വന്നെടുത്തോളാം. Okay. Anything wrong? Nothing. Any doubt? No doubt sir. Okay. Hi beauty. Bloody rascal. മാഷേ, ഞാൻ കേറി പിടിച്ചിട്ടില്ല. അയ്യോ, ഞാനല്ല. അയ്യോ, മോശം. പൊയ്ക്കോ. ഞാൻ പറയുന്നത് മുക്കോണ്ട് വെച്ചിട്ട് സ്വർണ്ണമാല മോഷ്ടിച്ചവനാ. നീനകളെ കുരുതി ഈ പ്ലാനിങ്ങിന് ചെറുക്കനെ ചേർക്കണ്ടെന്ന്. കല്യാണം കോട്ട് വാടക ചേട്ടാ, ഇരുന്നുണ്ടോ ദൈവം ചിട്ട. ഞാൻ നോക്കണം. അവിടെ ചേട്ടാ അടുക്കരുത്, ഒച്ചടടുത്ത് അടുക്കരുത്. എല്ലാത്തിനും ഞാൻ വെടിവെച്ച് കൊല്ലും. അല്ല, കത്തിയോട് കുത്തിക്കൊല്ലും ഞാൻ. പുതിയ കത്തിയാണ് മൂർത്തിയില്ലാതെ മേടിക്കരുത്. കൊല്ലും ഞാൻ. കൈ മുറിച്ച് ഓടിക്കാം. കൊല്ലും ഞാൻ. ഓടിക്കോടി. അത് കഴിഞ്ഞ് ഓടാം. ചേട്ടങ്ങി പോലെ ഇനി പോലെ പടിയില്ലേ. ആപ്പിള്
അയ്യോ ഇപ്പൊ ആപ്പിൾ കട്ട് ചെയ്യാൻ പറ്റില്ല. ഇത് ആപ്പിൾ ബോംബ്. ആപ്പിൾ ബോംബ്, ആപ്പിൾ. ഇത് ആപ്പിൾ ബോംബാണ്. ഇത് കടിച്ച പൊട്ടും, പൊട്ടി എല്ലാവരും ചാവും. ഞാൻ ഇപ്പൊ കടിക്കും, ഇപ്പൊ കടിക്കും, ഞാൻ കടിക്കും. അത് ബോംബല്ല, വെറും ആപ്പിളാ. പിന്നെ വന്ന് അയ്യോ, ഈ കാണല നമ്മൾ അന്തകൻ. അതിനവര് കണ്ണു കാണാൻ നല്ല മനുഷ്യ അന്തകൻ. നമ്മുടെ നായര്. അള്ളു കേറി അച്ഛനെ വണ്ടിക്കല്ല കയറി. പിന്നെ ചക്കിന് വെച്ചത് ചെക്കിന് കൊണ്ടു എന്ന് വെച്ചാ ഒന്ന് വെച്ചാ രണ്ട് കിട്ടും. രണ്ടല്ല, ഇനി ഇവിടെ എന്നാ കൂടുതൽ കിട്ടും. ബ്രദേഴ്സ്, അറ്റ്മോസ്ഫിയർ ശരിയല്ല. എന്താ പ്രശ്നം? ഒന്നും അറിയില്ല അല്ലേ? നോക്കി കൊച്ചിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോടാ. ഞങ്ങൾ എന്തിനാ ആശുപത്രി കൊണ്ടുപോകണം? മര്യാദ എന്തിനു കൊണ്ടുപോകണം? നീ ഒക്കെ റോഡിലൂടെ ചാണകൂട്ട് നടന്നപ്പോഴേ ഞങ്ങൾക്ക് സംശയം തോന്നിയതാ. ചാണകത്തിൽ അള്ളു വെച്ച് ഞങ്ങളല്ല. അത് ഏതെങ്കിലും കാള അള്ളു തിന്നിട്ട് അപ്പിയിട്ടതായിരിക്കും. കൊത്തിയ പാമ്പിനെ കൊണ്ട് തന്നെ വിഷറക്കിക്കാൻ പറ്റുമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. നിങ്ങൾ തന്നെ കുട്ടിയെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. മലയാളത്തിൽ പറയണം. നോക്കൂ സഹോദരങ്ങളെ, ഈ പുള്ളയുടെ കാലിൽ കയറിയ ആള് തള്ളയാണ് സത്യം. ഉള്ളത് പറയാമല്ലോ, ഞങ്ങൾ ഉത്തരവാദികളല്ല. പിന്നെ ഇത്രയും പൊതുജനങ്ങളുടെ ശക്തമായ വികാരത്തെ മാനിച്ച് സാമൂഹ്യവും സാംസ്കാരികപരവും മനുഷ്യത്വപരമായ ഒരു ക്രയ വിക്രയ പ്രക്രിയയിലൂടെ കൊച്ചിനെ ആശുപത്രിയിൽ എത്തിക്കടാ. പഞ്ചപ്രദേശ് ഉള്ളേപ്പൊക്കെ ജീപ്പിലുണ്ട്. മോൻ നേരത്തെ ഐസ്ക്രീം തിന്നില്ലയോ? 10 രൂപയോ? പോണ വഴിക്ക് അള്ളുണ്ട എള്ളുണ്ട വാങ്ങിച്ചു തന്നു. മുറിവുളങ്ങാൻ എള്ളു ശർക്കര നല്ലതാ. പോ. കാല് സുഖമില്ലാത്ത അവൻ എങ്ങനെ നടക്കാനാ? മോനെ അങ്ങോട്ട് ഇറങ്ങി വെക്ക്, ഞങ്ങളൊരു ഓട്ടോ പിടിച്ചിട്ട് വരാം. അതെ, അതിന് ഞാൻ എങ്ങോട്ട് പോവാനാ? ഇനി ഞാൻ നിങ്ങളുടെ കൂടെ കൂടാൻ പോവല്ലേ? എടാ മോനെ, ഇത്ര ചെറുപ്പത്തിൽ ഇത്ര വലിയ തമാശ പറയല്ലേ. കൂമ്പുവാടി പോ. ഞാൻ തമാശയല്ല, കാര്യമാ പറഞ്ഞേ. എടാ കുരുന്നേ, എന്തോ നിന്റെ ഭാവം? അങ്ങനെ മര്യാദയ്ക്ക് ഇറങ്ങണം. ഞാൻ പോകുന്നില്ലെന്ന് പറഞ്ഞില്ലേ? എടാ ചെറുക്കൻ, നിന്റെ ആശുപത്രി അള്ളു വെച്ച് ഈ ചെറുക്കൻ അള്ളു മാതിരി അള്ളി പിടിച്ചിരിക്കാണല്ലോ. ഊരിക്കളയാൻ എന്താണ് ഒരു മാർഗം? ഒരു ഐഡിയ. നമുക്ക് 4 പേർക്ക് ഒരു പോലീസ് കേസ് ഉണ്ടാക്കി ജയിലിൽ പോയാലോ? അപ്പൊ ചെറുക്കൻ പുറത്ത്, നമ്മൾ 4 പേര് അകത്ത്. നമുക്കൊരു കേസ് ഉണ്ടാക്കാമല്ല. കേസ് നിന്നെ ഇങ്ങനെ തല്ലി കൊല്ലാടാ കഴുത. അച്ഛനെ, ഒരു ഉഗ്രൻ ഐഡിയ. നമുക്കൊരു ഷക്കീലപ്പുറത്തിന് പോയാലോ? ഇതാണ് അതെ, തിയേറ്ററിൽ ചെല്ലുമ്പോൾ പ്രായപൂർത്തിയാകാത്ത ചെറുക്കനെ തിയേറ്ററുകാർ പുറത്തു നിർത്തുന്നു. നമ്മൾ രക്ഷപ്പെടുന്നു. ഇത്രയും വൃത്തികെട്ട ഒരു ഐഡിയ ഞാൻ എന്റെ ലൈഫിൽ കേട്ടിട്ടുണ്ട്. ഒരു ഐഡിയ വേഗം പറ. എന്നിട്ട് വേണം എന്നെ കളിയാക്കാൻ. അയ്യോ ഈ ചെക്കനെ പുറത്ത് കളയാൻ എന്താണ് ഒരു വഴി? വഴി ഞാൻ പറഞ്ഞുതരാം. അയ്യോ, ഒന്ന് വേഗം പറയോ. മണ്ടൂസുകളായ നിങ്ങളോട് കഴിഞ്ഞാ എന്റെ ജീവിതം പാഴാവും. അതുകൊണ്ട് ഞാൻ തന്നെ പോയേക്കാം എന്ന് ഞാൻ പറയുന്ന കരുതണ്ട ബ്രദേഴ്സ്. അല്ല, ബുദ്ധിയില്ലാത്തവരെ ഞങ്ങളുടെ കൂട്ടത്തിൽ ബുദ്ധിയുള്ള ഒരുത്തരെങ്കിലും വേണമല്ലോ. യു ആർ അപ്പോയിന്റഡ്. ഞങ്ങളുടെ ജോലി എന്താണെന്ന് അറിയാമോ? അറിയാലോ. വെരി ഗുഡ്. ഐസ്ക്രീം അല്ല, ചാണകം ഉണ്ടാ. ഇതെന്താണെന്നറിയാമോ? ആ, എന്റെ കാലിക്കുത്തിയ സൂത്രം. ഈ അള്ളുണ്ടാ റോഡിന്റെ ഒത്ത മധ്യത്തിൽ വെക്കാം. വല്ല വണ്ടിയും വന്ന് കേറുമ്പോ ഞങ്ങൾ ആ വളവിനുണ്ടാവും. വിവരം അറിയിക്കണം. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി?
മുങ്ങ ഡോർമെട്രി പോക ഓക്കേ